DCC ട്രഷററായിരുന്ന NM വിജയൻ്റെ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലായ ഒരു സമയമാണ്. ടി സിദ്ദിഖ് MLA ആണ് എന്നോടൊപ്പം ചേരുന്നത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ വ്യക്തികളുടെ പേരുണ്ടെങ്കിൽ കൂടി പാർട്ടീനെയാണ് ആ കത്തിൽ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പാർട്ടി അതിനെ? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇതിൽ ഒന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങളിതിൽ രണ്ട് കാര്യം പറയാനായിരിക്കും. ഒന്ന്, ഓൾറെഡി KPCCയും DCCയും ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണ റിപ്പോർട്ട് വന്നു, അതിൻ്റെ മേലെ ആക്ഷൻസ് എടുത്തു. അതൊരു ഭാഗം. ആ സമയത്ത് ആ റിപ്പോർട്ട് വന്നപ്പോൾ ഈ മരിച്ച വിജയേട്ടൻ ഉൾപ്പെടെ ഒരാളും ആ റിപ്പോർട്ടിനെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ റിപ്പോർട്ട് സത്യസന്ധമായ റിപ്പോർട്ടാണെന്നാണ് അതിനർത്ഥം. രണ്ട്, അതിനുശേഷം നടന്ന സംഭവം വിജയേട്ടൻ്റെ മരണമാണ്. ആ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തിരുവഞ്ചൂരിനെ പോലെ അതിപ്രധാനികളായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യുക. എൻക്വയറി വരട്ടെ. ആർക്ക് ഞങ്ങൾക്ക് എന്താ ഭയമുള്ളത്? ഒരു ഭയവുമില്ല, ഒരു പ്രതിരോധവുമില്ല. പിന്നെ IC ബാലകൃഷ്ണൻ MLA നേരിട്ട് SP പരാതി കൊടുത്തല്ലോ. ആരാ SP? ആരാ ഭരിക്കുന്നത്? വിജിലൻസ്, പോലീസ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്, ഗവൺമെൻറ് അവരുടെ കയ്യിലാണ്. ആ ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ കയ്യിലേക്ക് ഒരു പരാതി IC ബാലകൃഷ്ണൻ കൊടുക്കുന്നത് IC ബാലകൃഷ്ണന് ധാർമ്മിക ശേഷിയുള്ളതുകൊണ്ടാണ്, തർക്കം വേണ്ട. പിന്നെ IC ബാലകൃഷ്ണൻ്റെ ഓഫീസ് ആക്രമിച്ചത് അത് CPMൻ്റെ DYFI SFI സ്വഭാവം CPMലേക്ക് കൂടി കടന്നിട്ടുണ്ട്. അക്രമം നടത്തി ഒരാളുടെ മേലെ ചാപ്പ കുത്താനുള്ള ശ്രമം അത് ഞങ്ങളങ്ങനെ ആരെയും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല, അതിനെ പ്രതിരോധിക്കും. ഇപ്പോൾ KPCCയുടെ സംഘം വരുന്നു, താങ്കൾ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണല്ലോ. ഇത് എത്ര ടൈം ബൗണ്ട് ആണോ? എങ്ങനെയായിരിക്കും അന്വേഷണം? എപ്പോൾ റിപ്പോർട്ട് കൊടുക്കും? ഇതിൻ്റെ ഗൗരവമുള്ള വിഷയമാണല്ലോ. അത് അന്വേഷണം പെട്ടെന്ന് തന്നെ അതിൻ്റെ ത്വരിതഗതിയിലുള്ള കാര്യങ്ങളിലേക്ക് നടക്കും. പാർട്ടി ഒരു തരത്തിലും പ്രതിരോധത്തിലല്ല, അന്വേഷണം നടക്കട്ടെ. പാർട്ടി അന്വേഷണമുണ്ട്, പോലീസും വിജിലൻസും ഒക്കെ ഇടതുമുന്നണി സർക്കാരിൻ്റെ കയ്യിലാണ്, അവർ അന്വേഷിക്കട്ടെ എന്നാണ് ടി സിദ്ദിഖ് പറയുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.